സ്വർഗവും നരകവും യഥാർത്ഥത്തിൽ ഉണ്ടോ? അതോ കേവലം അതൊക്കെ മതങ്ങളുടെ സൃഷ്ടിയാണോ? ഭാവനാപരമായി എന്തൊക്കെയോ വാർത്ത് ഉണ്ടാക്കി മനുഷ്യനെ ഒരു ചട്ടക്കൂട്ടിനകത്ത് നിർത്താനുള്ള കുൽസിതമായിരിക്കുന്ന ശ്രമങ്ങളാണോ? ശാസ്ത്രം അതിൻ്റെ വലിയ പുരോഗതിയിലേക്ക് ഇങ്ങനെ കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതൊക്കെ കാലയവനികയിൽ അലിഞ്ഞലിഞ്ഞ് വിസ്മൃതിയിൽ ആണ്ടുപോകുമോ എന്നൊക്കെ സ്വാഭാവികമായിട്ട് ചിന്തിക്കാം. ഇതിനിടയ്ക്ക് ദൃശ്യമാധ്യമങ്ങളൊക്കെ ഇങ്ങനെ പല നിലയിലുള്ളത് കൊണ്ട് പല നിലയിലുള്ള കയ്യടി വാങ്ങാനുള്ള പ്രോത്സാഹനത്തിൽ നൂതന ആശയങ്ങളൊക്കെ ആയിട്ട് കടന്നു വരുമ്പോൾ നമ്മുടെ വികലമായിരിക്കുന്ന ബുദ്ധിയും അതിനോട്ട് അലിഞ്ഞു ചേർന്ന് വീഴാൻ സാധ്യതകളേറെയുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വചനം ദൈവിക സൃഷ്ടിയാകയാൽ, ഒരിക്കൽ കൂടി ഓർപ്പിക്കട്ടെ, ദൈവത്തിൻ്റെ വചനങ്ങൾ ദൈവിക സൃഷ്ടിയാകയാൽ വഴിതെറ്റിക്കുന്ന ഒരടയാളും അതിനകത്തില്ല. ഒരു മനുഷ്യനെയും ദിശ മാറ്റിവിടുന്നതല്ല, യഥാർത്ഥ വഴി കാണിച്ച് നൽകുന്നതാണ്. വൈരുദ്ധ്യങ്ങൾ കൊണ്ട് മനുഷ്യൻ്റെ ബുദ്ധിയെ വല്ലാത്ത നിലയിൽ വിഭ്രാന്തിയിൽ ഏർപ്പെടുത്തുന്ന ഒരു സംവിധാനവും വിശുദ്ധ വേദ പുസ്തകത്തിലില്ല. കാരണം വഴി തെറ്റിക്കുന്ന പരിപാടിയല്ല ദൈവത്തിൻ്റേത്, വഴി കാണിച്ചു കൊടുക്കുന്നതാണ്. അതുകൊണ്ടാണല്ലോ ചരിത്രത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് യേശു സധൈര്യം പറഞ്ഞത് ഞാൻ തന്നെ വഴിയെന്ന്. ഇതിനെയൊക്കെ നമുക്ക് എങ്ങനെയാണ് തമസ്കരിക്കുവാൻ കഴിയുന്നത്? വില കൊടുക്കേണ്ട കാര്യങ്ങൾക്ക് ജീവിതത്തിൽ വില കൊടുത്തില്ലെങ്കിൽ ഓർക്കുക, വിലയില്ലാതെയായി പോണ ദൈവത്തിനല്ല നമുക്കായി. ആ തിരിച്ചറിവ് നമുക്കുണ്ടാകുന്നത് നല്ലതാണ്. മാനുഷിക ബുദ്ധിയിൽ ഈ ആയുസിൽ നേടാവുന്ന കഴിവും സമ്പത്തും പ്രശസ്തിയൊക്കെ നല്ലതാ, പക്ഷേ അതൊക്കെ ചുടലക്കളം വരെയല്ലേ ഉള്ളൂ. പിന്നീട് ആർക്കാ ഇതൊക്കെ ഓർത്തിരിക്കാൻ നേരം? ഇനി ഒരു കാര്യവും കൂടി ബൈബിള് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഈ കൊട്ടിഘോഷിച്ച് കിടക്കുന്ന ആകാശത്ത് വലിയ സ്ഥാപനങ്ങളൊക്കെ സ്ഥാപിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ ആകാശം പോലും കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകുകയും ഇതിലുള്ള മൂലപദാർത്ഥങ്ങളും അതിലുള്ള പണികളൊക്കെ ഇല്ലായ്മയായി പോകുമെന്ന് വിശുദ്ധ വേദപുസ്തകം 2 പത്രോസ് 3-ാം അധ്യായത്തിൽ ശക്തമായിട്ട് പറയുകയാണ്. അപ്പൊ ഇത് നമുക്കൊരു മുന്നറിയിപ്പാണ്. ഈ മുന്നറിയിപ്പുകളെ നാം അവഗണിക്കരുത്. നമുക്കറിയാം, നിയമസഭ, രാജ്യസഭ, ലോകസഭ, അവിടെയൊക്കെ പുതിയ പുതിയ നിയമ സംവിധാനങ്ങൾ കൊണ്ടുവന്ന് മാനുഷികമായിരിക്കുന്ന വ്യക്തികളുടെ നന്മകൾക്കും രാജ്യത്തിൻ്റെ ക്ഷേമത്തെയും മുൻനിർത്തിക്കൊണ്ടാണ് ജനപ്രതിനിധികൾ രാജ്യത്തിന് വേണ്ടി പല കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ചില നിയമങ്ങൾ ഇല്ലാതെയാകുകയും ചില നിയമങ്ങൾ പ്രാബല്യത്തിലേക്ക് പുതുതായിട്ട് വരികയും ചെയ്യും. എന്നാൽ ബൈബിളിന് അങ്ങനത്തെ ഒരു അവസ്ഥാഭേദത്തിൻ്റെ സാധ്യതകൾ ഒട്ടും തന്നെയില്ല. ഒരിക്കൽ പോലും അത് തിരുത്തേണ്ടതായോ അല്ലെങ്കിൽ അതല്ല ഇങ്ങനെ വേറൊരു ഓപ്ഷനിലേക്ക് പോകാമെന്ന് പറയുന്ന സാധ്യതകൾ ഒന്നുമില്ല. ബൈബിൾ ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല, ബൈബിൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഉണ്ട്. അതിനപ്പുറത്തേക്ക് വേറെ ക്വസ്റ്റ്യൻ ഇല്ല, വേറെ ചിന്തിക്കേണ്ട. ഇതിനെയൊക്കെ നമ്മൾ ബുദ്ധിപരമായിട്ടൊന്നും ചിന്തിക്കല്ലേ, ഇതിനെ ആത്മീകപരമായിട്ടും വിശ്വാസപരമായിട്ടും ചിന്തിക്കണം. അങ്ങനെ ഒരു ജീവഘടകവും കൂടെ നമ്മുടെ ജീവിതത്തിൽ നിക്ഷിപ്തമായിട്ടുണ്ടല്ലോ, അതും ഉപയോഗിക്കാനുള്ളതാണ്. ദൈവം എവിടെയെങ്കിലും പറഞ്ഞിരിക്കുന്ന ദൈവമല്ല. ജനകോടികൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്. ജനകോടികൾക്ക് അങ്ങനെയുള്ള താല്പര്യങ്ങൾ ഉള്ളത് കൊണ്ടാണല്ലോ ആ ഒരു അവസ്ഥയിലേക്ക് അവർ കടന്നു വരുന്നത്. ഇത് കേവലം ഭൗതികവും നൈമിഷികമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ല എന്നറിയുക. ബൈബിൾ പറയുന്നു മരണാനന്തരം മനുഷ്യൻ ജീവിതം ആരംഭിക്കുന്നേ ഉള്ളൂ എന്നാണ്. കാരണം ദൈവം ആത്മാവാണ്, അതോടൊപ്പം തന്നെ മനുഷ്യനിലും ദൈവത്തിൻ്റെ ആത്മാവുള്ളത് കൊണ്ട് ആ മനുഷ്യൻ മരിച്ചാലും അവന് ആത്മീകമായ ഒരു ജീവിതമുണ്ടെന്ന് ബൈബിൾ വ്യക്തമായിട്ട് പറയുന്നു. അതുകൊണ്ട് ഈ തിരിച്ചറിവിലൂടെ യഥാർത്ഥ വഴിയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് സത്യത്തിൻ്റെ പാതയെ പിൻപറ്റുവാനും അതിനെ എത്തിപ്പിടിക്കുവാനും എല്ലാ പരിശ്രമങ്ങളും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകട്ടെ. അതിനായി ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ആൾ.